വീണ്ടും കാര്യങ്ങൾ പറയാനുണ്ട്. പി കെ ശശി എന്ന് പറയുന്ന ഒരു 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 MLA ഉണ്ട്. പി കെ ശശി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരി വരും. കാരണം അങ്ങനെയാണത്. പി കെ ശശിയുടെ കഥ പറയുകയാണെങ്കിൽ നിരവധി ഈ വീഡിയോകൾ നമുക്ക് ചെയ്യേണ്ടി വരും. പി കെ ശശിക്കെതിരെ സ്വന്തം പാർട്ടി പ്രവർത്തിയല്ല, സ്വന്തം പാർട്ടിയിലെ നേതാവ്, CPM-ലെ തന്നെ ഒരു വനിതാ നേതാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പി കെ ശശിക്കെതിരെ, പക്ഷേ പോലീസിലല്ല പരാതിപ്പെട്ടത്, പാർട്ടിയിൽ പരാതിപ്പെട്ടു. പി കെ ശശി MLA ആണെന്ന് ഓർക്കണേ. പാർട്ടിയിൽ പരാതിപ്പെട്ടു. പാർട്ടി അന്വേഷണം നടത്തിയപ്പോഴാണ് നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞത് അത് അത്ര എന്താ പറയാ തീവ്രത കൂടിയതല്ല, തീവ്രത കുറഞ്ഞു. കാരണം ശ്രീമതി ടീച്ചർ എടുത്ത് മറ്റേ തീവ്രത അളക്കുന്ന ഉപകരണം ഉണ്ട്. അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ശ്രീമതി ടീച്ചറാണ് അതിന്റെ ഒരു കസ്റ്റോഡിയൻ, ഈ തീവ്രത അളക്കുന്ന ഉപകരണം. ഏതായാലും അതും അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് പി കെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ, ഒരു വനിതാ നേതാവ്, സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി അന്വേഷണം നടത്തി. പി കെ ശശി MLA ആയി തുടരുന്നു. പിന്നെ ആരാണപ്പാ? കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് നമ്മുടെ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മാത്രമായിരുന്നില്ല, അതിനോട് കൂടിയിട്ട് നമ്മുടെ ഐസക്കാണ് പറഞ്ഞത് എവിടെ കൊണ്ടാവാന്ന് നമുക്ക് മൂന്നാറിൽ പോയി മുറിയെടുക്ക എന്നൊക്കെ പറഞ്ഞ് ലൈംഗികമായ ദുരുപയോഗത്തിന് വേണ്ടി ശ്രമിച്ച ഐസക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഐസക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് MLA അല്ലാതെ തോന്നുന്നു. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ MLA ആയിരുന്നു. MLA കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോഴും MLA സ്ഥാനമൊന്നും രാജിവെച്ചില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ലൈംഗികാരോപണത്തിന്റെ കഥയാണെങ്കിൽ പിന്നെ അർദ്ധരാത്രി സ്വപ്നയെ വിളിച്ച് എനിക്ക് മുലപ്പാൽ കുടിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു വിരുദ്ധനൊക്കെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു 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 നേതാവ്. അങ്ങനെ നിരവധിയായ ആളുകൾ CPM-ലാണ് ഏറ്റവും കൂടുതൽ. അതൊക്കെയാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി